സുഹൃത്തെ, ഞാൻ ജസിൽ മാസ്റ്റേജിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് നാഷണൽ ജിയോ ഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, തെലങ്കാന ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. അതിലേക്ക് ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുണ്ട്. +2 യോഗ്യത ഉള്ളവർക്ക് അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ ഫീസ്, ആപ്ലിക്കേഷൻ ലിങ്ക്, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റേജ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഇത് നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ CSIR നാഷണൽ ജിയോഗ്രാഫിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. ഈ സ്ഥാപനം എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കീഴിൽ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. ഇതിലേക്കാണ് ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുള്ളത്. പ്രധാനമായിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഒന്ന് നോക്കാം. പോസ്റ്റ് നോക്കുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ ആപ്ലിക്കേഷന് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ 27/12/2023 ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ഈ മാസം 26 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഇതിൻ്റെ ഹാർഡ് കോപ്പി കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന തീയതി February 9 ഓക്കെ. എന്തായാലും പോസ്റ്റ് ഒന്ന് നോക്കാം. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പ്രധാനമായിട്ട് 3 വേക്കൻസിയാണ് ഉള്ളത്. അൺറിസർവ്ഡ് ഒരു വേക്കൻസി, OBC ഒരു വേക്കൻസി, EWS ഒരു വേക്കൻസി, അങ്ങനെ 3 വേക്കൻസി. അൺറിസർവ്ഡിന് 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBCക്ക് 31 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. EWS ആണെങ്കിൽ 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. രണ്ടാമത്തെ പോസ്റ്റാണ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്. അത് 3 പോസ്റ്റാണ്. അൺറിസർവ്ഡിന് 1, OBCക്ക് 1, SCക്ക് 1. അതിൻ്റെയും ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 28 വയസ്സാണ് അൺറിസർവ്ഡ്. OBCക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SCക്ക് ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത പോസ്റ്റാണ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സ്റ്റോഴ്സ് ആൻഡ് പർച്ചേസ്. അത് 3 വേക്കൻസിയാണുള്ളത്. അൺറിസർവ്ഡ് 1, OBC 1, SC 1. അതും ഇതെന്ന് വെച്ചാൽ അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് വെച്ചാൽ അൺറിസർവ്ഡ് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBCക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SCക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ 3 പോസ്റ്റുകളാണുള്ളത്. ഈ 3 പോസ്റ്റുകളിലേക്കും സാലറി വരുന്നത് 19,900 രൂപ മുതൽ 63,200 രൂപ വരെയാണ് സാലറി വരുന്നത്. ഏകദേശം ഒരു മാസം പെർ മന്ത് അപ്രോക്സിമേറ്റ്ലി ഒരു 36,425 രൂപ പ്രതിമാസ സാലറി ലഭിക്കും. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത +2 പാസ്സായിരിക്കണം. പിന്നെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി, ഇപ്പോൾ കമ്പ്യൂട്ടറിൽ അറിവുണ്ടായിരിക്കും. അത്യാവശ്യം ടൈപ്പിംഗ് സ്പീഡും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ടൈപ്പിംഗ് സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. +2 ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ല പോസ്റ്റാണ്. കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന +2കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ല ജോലിയാണ്. ഓക്കെ. എന്തായാലും ഇതിലേക്കുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും ഇതിൽ നോക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫീസാണ്. ആപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം പറയുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ ഏജ് റിലാക്സേഷൻ പറഞ്ഞു. OBCക്ക് 3 വർഷത്തെയും SC/STക്ക് 5 വർഷത്തെയും പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കുന്നതാണ്. എക്കണോമിക്കലി വീക്കർ സെക്ഷനൊക്കെ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അതെന്ന് വെച്ചാൽ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഇതിലേക്ക് മോഡ് ഓഫ് സെലക്ഷൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാവും. പ്ലസ് അതിനുശേഷം പ്രൊഫഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ ടൈപ്പ്, സ്പീഡ്, നിങ്ങളെ കമ്പ്യൂട്ടറിൻ്റെ എത്ര സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കുക. അതെന്ന് വെച്ചാൽ സെക്രട്ടറി അസിസ്റ്റൻ്റ് ആണ്. അത്യാവശ്യം കമ്പ്യൂട്ടറിലുള്ള ജോബ് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 35 വേർഡ് പെർ മിനിറ്റ് ഹിന്ദി, അല്ലെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷ്, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇംഗ്ലീഷ് 35 വേർഡ് പെർ മിനിറ്റും ഹിന്ദി 30 വേർഡ് പെർ മിനിറ്റുമാണ് പറയുന്നത്. ഓക്കെ. അത് നിർബന്ധമാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് OMR അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. എക്സാമിനേഷൻ നടക്കുകയെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജിൽ ഈ രണ്ട് ലാംഗ്വേജിൽ ഏതേ ഒന്നിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സ്റ്റാൻഡേർഡ്സ് ഓഫ് എക്സാമിനേഷൻ, ഇതിൻ്റെ സിലബസ്, എക്സാമിനേഷൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ +2 ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആയിരിക്കും. 200 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ടോട്ടൽ ടൈം അലോട്ടഡ് 2.5 മണിക്കൂറാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. ഇതെന്ന് വെച്ചാൽ എക്സാമിനേഷൻ പാർട്ട് A, പാർട്ട് B ആയിട്ടാണ്. പാർട്ട് Aയിൽ മെൻ്റൽ എബിലിറ്റിയാണ് വരിക. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 200 മാർക്കിൻ്റെ. ദർ വിൽ ബി നോ നെഗറ്റീവ് മാർക്ക് ആണെന്നുള്ളത് പറയുന്നുണ്ട് ഇതിൽ പാർട്ട് Aയിൽ. സെക്കൻഡ് നോക്കുകയാണെങ്കിൽ പാർട്ട് B പേപ്പർ 1 മണിക്കൂറത്തെ എക്സാമിനേഷനാണ്. ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യനും ഇംഗ്ലീഷ് ലാംഗ്വേജ് 50 ക്വസ്റ്റ്യനും. അങ്ങനെ മാക്സിമം മാർക്സ് എത്രയാണ്?
3 മാർക്സ് ഫോർ എവറി കറക്റ്റ് ആൻസർ. 150 മാർക്കിനാണ് എക്സാമിനേഷൻ നടക്കുക. 150 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 50 ആണ്, ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക്. 1 നെഗറ്റീവ് മാർക്ക് ഫോർ എവറി റോങ് ആൻസർ എന്ന് വെച്ചാൽ 3-1 നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജിനും നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് www.ngri.res.in എന്നുള്ള വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഈ മാസം 26-ാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നവർ എന്താണ് ഓൺലി സിംഗിൾ എന്തെങ്കിലും ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും പറഞ്ഞു. പിന്നെ ദ പ്രിൻറ്റഡ് ഹാർഡ് കോപ്പി ഓഫ് ദ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ മസ്റ്റ് ബി ഡൂലി സൈൻഡ് ബൈ ദ കാൻഡിഡേറ്റ് ആൻഡ് അക്കമ്പനിഡ് ബൈ 1 റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് കളേർഡ് ഫോട്ടോഗ്രാഫ്, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ദ സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്സ് ആൻഡ് ടെസ്റ്റിമോണീസ് ഓഫ് സപ്പോർട്ട് ഏജ് ഡോക്യുമെൻറ്റ്സ്. അതെന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് കോപ്പി, നിങ്ങളുടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, അതിൻ്റെയൊക്കെ കോപ്പീസൊക്കെ ആയിട്ട് നിങ്ങൾ അതിൻ്റെ ഹാർഡ് കോപ്പി നിങ്ങൾ ഇതിൻ്റെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അയച്ചു കൊടുക്കേണ്ട ഇതിൻ്റെ ആ പോസ്റ്റലിൻ്റെ കവറിൻ്റെ പുറത്ത് എഴുതേണ്ടത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാഷ്. നിങ്ങൾ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റ് ആണ്, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ്, പോസ്റ്റ് കോഡ്, അഡ്വർടൈസ്മെൻറ്റ് നമ്പറും എഴുതണം. അത് അയച്ചു കൊടുക്കേണ്ട വിലാസമാണ് ദ സെക്ഷൻ ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് സെക്ഷൻ CSIR നാഷണൽ ജിയോഗ്രാഫിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഉപ്പൽ റോഡ്, ഹൈദരാബാദ്, തെലങ്കാന 500-00 എന്നുള്ള ഇതിലേക്ക് ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കാനും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, പ്രിൻ്റഡ് ആയിട്ടുള്ള ഹാർഡ് കോപ്പിയാണ് അയച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്കുള്ള ആപ്ലിക്കേഷൻ ഫീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അതായത് SC/ST വുമൺ കാൻഡിഡേറ്റ്സ് എന്നിവർക്കൊന്നും ഫീസില്ല. ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സും 100 രൂപ ആപ്ലിക്കേഷൻ ഫീസ് നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോ നോക്കാനുള്ളത്. നമുക്ക് ഇതിനെക്കുറിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ.